അസ്സലാമലൈക്കും. ഇന്നത്തത് ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. വെജിറ്റബിൾ കട്ട്ലറ്റെന്നോ അല്ലെങ്കിൽ ബ്രെഡ് പക്കോടെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ബ്രൗൺ ബ്രെഡാണ് ഞാൻ അതെടുത്തത്. നിങ്ങളടുത്ത് വൈറ്റ് ആണെങ്കിൽ അതെടുക്കുക, കുഴപ്പമില്ല. എന്നിട്ട് അതിനെ ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിനെ നന്നായി പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഉള്ളി, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ക്യാബേജിൻ്റെ 1/4 ഭാഗം, പിന്നെ 2-3 പച്ചമുളക് എടുക്കുക ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെജിറ്റബിൾസൊക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ നല്ലോണം ചെറുതായി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മസാലപ്പൊടി എങ്ങാനും ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് ചില്ലി പൗഡർ, മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക, നന്നായി കുഴച്ചെടുക്കുക. ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല. ഇനി ഓരോരോ ബോളാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുക. ഷേപ്പ് ചെയ്ത് വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായിരിക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഓരോ കട്ട്ലറ്റ് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് മറിച്ചിടുക. അതിനുശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈയിലാക്കിയിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തരുത്, അപ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ടു ഹൈയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് കുക്കായി കിട്ടും. വെജിറ്റബിൾസ് ആയതിന് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പിയാണ്, പുറത്ത് ഉള്ളിൽ സോഫ്റ്റും ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ക്യാരറ്റും ക്യാബേജൊക്കെ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ടേസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഡിപ്പായിട്ട് ഗാർലിക് സോസാണ് യൂസ് ചെയ്തത്. നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ടായത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പിന്നെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.